നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ തുറന്നുവിട്ട ഭൂതം കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങളുടെ പൂരത്തിന് കൊടിയേറ്റിയിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ അടിത്തറ തോണ്ടാൻ ശക്തിയുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. എന്നിട്ടും കണ്ണടച്ചു പാല് കുടിക്കുന്ന പൂച്ചയെ പോലെയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും. ഇത്രയേറെ ഗൗരവമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിട്ടും കാര്യമായ ഒരു നടപടിയും CPM-ന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയല്ല ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് തലപ്പത്തുള്ള ADGP അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും എതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. മാത്രവുമല്ല, തെളിവ് സഹിതം ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഭരണപക്ഷത്തുള്ള MLA-യും. ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും അന്വേഷണം നടത്തുക എന്നത് സാമാന്യ മര്യാദയാണ്. സർക്കാരിനെതിരെ ആര് എന്ത് തെളിവ് കൊണ്ടുവന്നാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും എന്ന മനോഭാവമാണ് സർക്കാരിന്. അല്പമെങ്കിലും അഭിമാനം വേണ്ടേ സർക്കാരെ? ഇതൊരു ജനാധിപത്യ സർക്കാരല്ലേ? ജനം എന്ത് വിചാരിക്കുമെന്നെങ്കിലും കരുതേണ്ടേ? സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യ സംശയത്തിൽ അതീതരായിരിക്കണമെന്ന ഉന്നത മൂല്യങ്ങൾ പാടി നടക്കുന്ന പാർട്ടിയല്ലേ? അധികാരമുള്ള ഞങ്ങൾ എല്ലാത്തിനും അതീതരാണ് എന്ന് കരുതുന്ന പിണറായി സർക്കാർ ഒന്നോർക്കണം, കേരളം വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. തനിക്ക് ശേഷം പ്രളയം എന്നായിരിക്കും പിണറായി കരുതുന്നത്. പക്ഷേ പാർട്ടിയും അതേ നിലപാട് സ്വീകരിച്ചാലോ? ADGP എവിടെയെങ്കിലും പോയാൽ CPM-ന് അതിൽ എന്ത് ഉത്തരവാദിത്തം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. ഉത്തരവാദിത്തമുണ്ട് മാഷേ. പിണറായി പോലീസിനെ നയിക്കുന്ന ADGP സ്വന്തം വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോയതല്ല വിഷയം. ADGP MR അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പൂരം കലക്കൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത്, മാഫിയ ബന്ധം, അധോലോക സംഘ ബന്ധം തുടങ്ങി കേരളത്തെ പിടിച്ചുകൊടുക്കുന്ന ആരോപണങ്ങൾ ADGP അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. ഇതുപോലുള്ള ഒരു പോലീസിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടുക? P. ശശി പണ്ട് മുതലേ പാർട്ടിയിലെ അതിശക്തനാണ്. അതുകൊണ്ടാണല്ലോ സ്ത്രീ പീഡന പരാതികൾ ഉണ്ടായിരുന്നിട്ട് കൂടി ശശി അതൊന്നും ബാധിക്കാഞ്ഞത്. ഗോവിന്ദൻ മാഷ് പത്രക്കാരോട് CPM നിലപാട് വിശദീകരിച്ച് തളരുമ്പോൾ CPM-ലെ കാര്യങ്ങൾ വേണ്ട പോലെ നടപ്പാക്കുന്ന ശശിയെ പിണക്കാൻ ആരും തയ്യാറല്ല എന്നേ കേരളം കരുതുള്ളൂ. അൻവർ പാർട്ടി അംഗമല്ല, അതുകൊണ്ട് പാർട്ടി നടപടിയെടുക്കില്ല. അൻവർ പരാതി എഴുതി നൽകിയില്ല, പരാതിയിൽ പേരില്ല തുടങ്ങിയ തട്ടിക്കൂട്ടു ന്യായങ്ങളൊന്നും നിരത്തിയാൽ വിലപ്പോകില്ല. പാർട്ടിയിലെ സാധാരണക്കാരായ മനുഷ്യർ പറയണം എന്ന് കരുതിയ കാര്യങ്ങൾ അൻവർ പറഞ്ഞു എന്നേയുള്ളൂ. ഇനിയിപ്പോൾ പാർട്ടിക്ക് പറയാനാവാത്തത് പാർട്ടിക്ക് പുറത്തു നിന്നൊരാൾ പറയട്ടെ എന്നാണോ പാർട്ടിയുടെ അനൌദ്യോഗിക നയം? എന്തായാലും അൻവർ തുടങ്ങിയ കൊട്ടാര വിപ്ലവം പുരോഗമിക്കുകയാണ്. അത് വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാകാതിരിക്കട്ടെ. അജിത് കുമാറിലും ശശിയിലും ഒതുങ്ങില്ല എന്ന നിലയിലാണ് അൻവറിന്റെ പോക്ക്. അൻവറിനെ പിന്തുണയ്ക്കുന്ന പുതിയ ഒരു ഗ്രൂപ്പ് CPM-ലുണ്ടോ? അതോ അൻവർ ഒരു ചാവേറായി മാറുകയാണോ? കാത്തിരുന്നു കാണാം.